ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഏവിയേഷന്റെ കൂടെ ഡിഗ്രിയും ചെയ്താൽ ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജസിലാണ് കൂടുതലും DM വരാറുള്ളത്. അവർക്കുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രിയും ഏവിയേഷനും കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ ജോലി കിട്ടുമെന്ന് ചോദിച്ചിട്ടുള്ള കുറെ മെസ്സേജസ് വരാറുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ ജോലി കിട്ടണമെന്നില്ല. നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനായി ട്രൈ ചെയ്യണം, നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം, ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്റർവ്യൂസ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസിയും അതുപോലെ തന്നെ ഗ്രാജുവേഷനിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇന്റർവ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ റിജക്ഷൻ കിട്ടിയാൽ അതിൽ നിന്ന് നിർത്താണ്ട് വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് 3 പ്രാവശ്യം റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് അറിയുന്നില്ല. അപ്പോൾ അതിനുശേഷം അവിടെ നിന്നുള്ള എന്തൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ 3 പ്രാവശ്യം എനിക്ക് റിജക്ഷൻ കിട്ടിയപ്പോൾ ആ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നുള്ള ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് 4ാമത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് അതിന് സെലക്ഷനും കിട്ടിയത്. പിന്നെ 3 പ്രാവശ്യം റിജക്ട് ചെയ്ത കമ്പനി ഇപ്പോൾ മാംഗ്ലൂർ എയർപോർട്ടിൽ ഇല്ല. എനിക്ക് റിജക്ഷൻ കിട്ടിയ ഒരു കുറച്ച് മാസം കഴിയുമ്പോൾ തന്നെ ആ കമ്പനി മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയിട്ട് ഇന്ന് ആ കമ്പനി മാംഗ്ലൂർ എയർപോർട്ടില്ല. അതിന് മറിച്ച് എനിക്ക് കിട്ടിയതോ ഇൻഡിഗോ പോലത്തെ നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻ ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വെൻ യു ഗെറ്റ് വാട്ട് യു വാണ്ട് ഇറ്റ്സ് ഗോഡ്സ് ഡയറക്ഷൻ, വെൻ യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട് ഇറ്റ്സ് ഗോഡ് പ്രൊട്ടക്ഷൻ. അത് നമുക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അതിലും നല്ലത്, അതായത് ആ റിജക്ഷൻ കിട്ടിയ കമ്പനിയേക്കാൾ നല്ലൊരു കമ്പനി നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ച് വീണ്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ. ഇതുപോലെ ഏതെങ്കിലും കമ്പനിയിൽ ബാക്കി ഇന്റർവ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. വേറൊരു വീഡിയോയിൽ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിന്, അതായത് ജോലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നോക്കുക.